ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് വ്ലോഗാണ്. അപ്പം പിള്ളേർക്ക് രണ്ടുപേർക്കും കരാട്ടേക്ക് അവർക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടി. അപ്പം അവർ അച്ചാച്ചനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുവാണ്. അപ്പം ഞങ്ങൾ അവർക്ക് തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ അൽവാദ മോളിൽ വന്നതാണ്. അപ്പം ആ ഡ്രസ്സെല്ലാം മാറി ഒരു ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്നതാണ്. പക്ഷേ രണ്ടുപേരും ഭയങ്കര ടയേർഡാണ്. അവർ ബ്ലൂ ബെൽറ്റിൽ നിന്ന് ഡബിൾ പ്രൊമോഷൻ കിട്ടി, ബ്രൗണിലേക്ക് കയറി. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് 1 മന്ത് കണ്ടിന്യൂസ് എല്ലാ ദിവസവും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീക്കെൻഡ് ഔട്ടിങ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആണ് എല്ലാ വീക്കിലും. കാരണം ജോലി കഴിയുമ്പം ഞങ്ങൾക്ക് മെൻ്റലി ഫ്രീ ആകാനാണെങ്കിലും മക്കളുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലൊരു ഒക്കേഷനായിട്ട് എടുക്കാം. അപ്പം നമുക്കത് നമ്മുടെ ഫാമിലിക്കാണെങ്കിലും അതൊരു നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒക്കെ നല്ലൊരു AGT ഇല്ലേ മറ്റേ അമേരിക്കൻ സ്കൂളിലാണ്ട് 24 years ആയിട്ട് ജാനിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പാട്ട് പാടാൻ വേണ്ടി ഗോൾഡ് കിട്ടുമെന്നറിയില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. അവർക്ക് പേഴ്സണലി പല കാര്യങ്ങൾ പറയാൻ കാണും, കോമൺ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, ഓരോരുത്തരുടെയും കാര്യങ്ങൾക്ക് നമുക്ക് പ്രിഫറൻസ് എല്ലാ ആഴ്ചയും ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യണമൊന്നുമില്ല, പക്ഷെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു വാല്യബിളായിട്ടുള്ള കാര്യം. ഇന്ന് എല്ലാവർക്കും അതാണല്ലോ തീരെ കുറവുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ഔട്ടിംഗ് ഉള്ളപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഷോപ്പിങ്ങും പിന്നെ നമുക്കിതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒരുമിച്ച് നടക്കാനും, അപ്പോൾ പിള്ളേർക്കാണേലും അവരുടെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ടൈം ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ ലുലു കയറി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ നോക്കി. അപ്പോൾ തൽക്കാലം ഐസ്ക്രീം അവിടെ നിന്ന് വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് വെച്ച് പോയി. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ടൈം കളഞ്ഞു. കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് വേറെ ഒന്നും സാധനം വാങ്ങിക്കാനൊന്നും അവിടെ ടൈം എടുത്തില്ല. പിന്നെ അപ്പോൾ അങ്ങനെ നല്ലൊരു ടൈമായിരുന്നു. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്, ചില സമയങ്ങളിൽ കഴിക്കാറില്ല. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. തിരിച്ചു പോയിട്ട് ഞങ്ങൾക്കൊരു ഐസ്ക്രീം ഷോപ്പിൽ പോയി ഐസ്ക്രീമും ഫ്രഷ് ജ്യൂസും കുടിക്കണം. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ ഡ്രസ്സാണ്, കഴിഞ്ഞ ദിവസം എടുത്താണ്. പിന്നെ അപ്പോൾ ഈ കളർ കോമ്പിനേഷനും ഈ പാറ്റേണും എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് അങ്ങനെ എടുത്താണ്. പിന്നെ വീഡിയോ എടുക്കാൻ നേരമുള്ള ചെറിയ ഗുസ്തികളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. വീഡിയോ എടുക്കാൻ വേറൊരാളുടെ ഹെൽപ്പ് വേണമല്ലോ. അപ്പം ശേഷം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനുള്ള ഓരോ കളിയും തമാശകളാണ്. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?